ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. ഇന്ന് നമ്മൾ GST-യിൽ ഇ-വേ ബില്ലിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് നമ്മൾ ഇ-വേ ബില്ലിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ തന്നെ പലർക്കുള്ള സംശയമാണ്, ഇപ്പോൾ അടുത്ത് ചോദിച്ചതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം. വൺസ് ഇ-വേ ബിൽ നമ്മൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാൻ സാധിക്കുമോ? അതാണ് ഇപ്പോൾ ചോദിച്ചൊരു ചോദ്യം. തീർച്ചയായിട്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എന്നാൽ അതിന് ചില ക്രൈറ്റീരിയാസ് ഉണ്ട്, ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഇ-വേ ബിൽ നമ്മൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറാണ് അതിന് നൽകിയിട്ടുള്ള സമയം. ഈ 24 മണിക്കൂറിനുള്ളിൽ വേണമെങ്കിൽ നമുക്ക് നമ്മൾ റേസ് ചെയ്തിട്ടുള്ള ഇ-വേ ബിൽ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അത് ഫസ്റ്റ്. ഇനി രണ്ടാമതൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗോഡൌണിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് ഗുഡ്സ് ഓൾറെഡി ഡിസ്പാച്ച് ആയി കഴിഞ്ഞാൽ, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇ-വേ ബിൽ ക്യാൻസൽ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇ-വേ ബിൽ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം 24 മണിക്കൂറിനുള്ളിൽ അത് ക്യാൻസൽ ചെയ്യണം. അതും നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് ഗുഡ്സ് ഡിസ്പാച്ച് ആവുന്നതിന് മുൻപ് ക്യാൻസൽ ചെയ്തിരിക്കണം. ഈ 2 കണ്ടീഷൻസ് ആണ് അതിലുള്ളത്. ഇത് ക്യാൻസൽ ചെയ്യാനായിട്ട് നമ്മൾ നേരെ ഇ-വേ ബിൽ gst.gov.in സൈറ്റിൽ പോവുക. ഇ-വേ ബില്ല് ക്യാൻസൽ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അവിടെ ഇ-വേ ബിൽ നമ്പർ കൊടുക്കുക, റീസൺ ഫോർ ക്യാൻസലേഷൻ കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമുക്കത് ക്യാൻസൽ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇനിയും നിങ്ങൾക്ക് GST-യുമായി ബന്ധപ്പെട്ട് ഇ-വേ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ കൂടുതൽ നൽകുന്നതായിരിക്കും. ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയാനായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനലായിട്ടുള്ള ക്യാപി ടാക്സ് ഇന്ത്യ സബ്സ്ക്രൈബ് ചെയ്യുക, വിസിറ്റ് ചെയ്യുക. താങ്ക് യു.